നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജീവിത വിജയം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുക, അല്ലാതെ കഷ്ടപ്പെടണമെന്നോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമെന്നോ രോഗങ്ങൾ ഉണ്ടാകണമെന്നോ ആരും വിചാരിക്കാറില്ലല്ലോ. അപ്പോൾ ജീവിത വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഭൗതികപരമായിട്ടുള്ള ജീവിത വിജയം നമ്മൾ ചിന്തിക്കുന്ന വിജയം എന്ന് പറയുന്നത് നല്ല ജോലി ഉണ്ടായിരിക്കുക, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയായിരിക്കുക, നമുക്ക് നിറയെ ബന്ധുക്കൾ ഉണ്ടായിരിക്കുക, സന്തോഷം ഉണ്ടായിരിക്കുക, സുഖമായിട്ട് ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ജീവിത വിജയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. സാമ്പത്തികമായിട്ടുള്ള നല്ല അടിത്തറയൊക്കെ ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള യഥാർത്ഥ ജീവിത വിജയം എന്ന് പറയുന്നത് പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനോടൊപ്പം ഉണ്ടാകുമ്പോഴാണ്. അതായത് ഈ ഭൗതികപരമായിട്ടുള്ള വിജയത്തോടൊപ്പം തന്നെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ ആത്മീയപരമായിട്ടുള്ള ഒരു ഉയർച്ച കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എന്നാലാണ് ജീവിത വിജയം നമുക്ക് യഥാർത്ഥത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന സമയത്ത്, നമ്മളെ തന്നെ നിയന്ത്രിച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന കുറച്ച് സന്തോഷങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് മനസ്സിലാകുള്ളൂ. അങ്ങനെ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്, ഭഗവാന്റെ 7 ഉപദേശങ്ങൾ. ഇത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിജയിച്ചവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ഇതിപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു, പലർക്കും മുൻപ് അറിയുന്നവരായിരിക്കും. പക്ഷെ അത് ഒരു ദിവസം കണ്ടു, നമ്മളത് ചെയ്യണമെന്ന് വിചാരിച്ചു, എന്നിട്ട് വിടുന്നു, അങ്ങനെയല്ല കേട്ടോ. ഇത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്, ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ അവസാനം അതിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അതായത് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയില്ലേ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിജയം നമുക്ക് കയ്യെത്തി പിടിക്കാനായിട്ട് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ഉപദേശങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാകാനായിട്ട് സാധിക്കും. കുറച്ച് അതിന് നമ്മളൊന്ന് ക്ഷമിക്കണം, കുറച്ച് അതിന് വേണ്ടിയിട്ട് പരിശീലിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് സാധിക്കണം. അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട കാര്യമാണ് എന്നും കൂടെ ഭഗവാൻ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്, ഭഗവാന്റെ ആ 7 ഉപദേശങ്ങൾ ജീവിത വിജയത്തിനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ആദ്യം പറയാം. ഇന്നലെ ഭഗവാനെ ശ്രീരാമസ്വാമി ആയിട്ടായിരുന്നു ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മിടുക്കനായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. വലിയൊരാൾ ശ്രീരാമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരാളുടെ ആ ഒരു ഭാവമൊക്കെയാണ്. പക്ഷെ മുഖത്തേക്ക് നോക്കുമ്പോഴേ നമുക്ക് കുഞ്ഞൊരുണ്ണിയായിട്ടാണ് തോന്നുക, കുട്ടിത്തം നിറഞ്ഞിട്ടുള്ള ഒരു ഭഗവാനായിട്ടാണ് തോന്നുക കേട്ടോ. നല്ല തുടുത്ത മുഖമൊക്കെ ആയിട്ട്, നല്ല തുടുത്ത ശരീരമൊക്കെ ആയിട്ട്, കുറച്ചിങ്ങനെ തടിച്ചുരുണ്ടിട്ടുള്ള ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതും മനോഹരമായിട്ട് നമ്മൾ ഭഗവാനെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല തിളക്കാണ് കേട്ടോ. അത്ര ഭംഗിയായിട്ട് നിറയെ ആടയാഭരണങ്ങളും നല്ല വലിപ്പത്തിലുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നല്ല തിളക്കുണ്ടായിരിക്കുമല്ലോ. അത്ര മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. 2 തിരുമുടി മാലകളുണ്ട് ഭഗവാനെ. അതിലൊരെണ്ണം വെള്ളയും പച്ചയായിരുന്നു, നന്ദ്യാർവട്ടവും തുളസിയും കൂടി കുറച്ചതായിരുന്നു. പിന്നെ ഒരെണ്ണം നന്ദ്യാർവട്ടവും തെച്ചിയും കൂടിയിട്ടാണ്. അതാണ് കൂടുതൽ കാണുന്നത്. നമ്മൾ അടുത്തേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ അരികിലായിട്ട് കുറച്ച് തുളസിയും കൂടെ കാണുള്ളൂ. പിന്നെ 2 ഉണ്ടമാലയുണ്ട്, നല്ല ചന്തത്തിലുള്ള 2 ഉണ്ടമാലകളാണ് കേട്ടോ. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി തുളസി താമര ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മാറി മാറി ഇങ്ങനെ കോർത്തിരിക്കാം. പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചിയും തുളസിയും കൂടിയിട്ടായിരുന്നു കോർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭഗവാൻ അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുപൂക്കളുണ്ട്. മനോഹരമായിട്ട് ഭഗവാൻ ചിരിച്ചാൽ നിൽക്കുന്നത്, കുറച്ച് വായൊക്കെ തുറന്ന് ചിരിക്കുന്ന ഭാവത്തിലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത്. അതും ശ്രീരാമനൊക്കെ ആയിട്ടാണല്ലോ നിൽക്കുന്നത്, വലിയൊരാളായിട്ടാണല്ലോ നിൽക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്, കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടതുഭാഗത്തായിട്ട് അമ്പും വില്ലും ചാർത്തിയിട്ടുണ്ട്. അത് പിടിച്ചു നിൽക്കുക ഭഗവാൻ, അമ്പ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ട്. തയ്യാറെടുപ്പ് മാത്രമാണ് കേട്ടുള്ളൂ. അത് വലിയൊരാളായിട്ട് നിൽക്കുക, ശ്രീരാമനായിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ കാണിച്ചു തരികയാണ്, ഇതൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അരയിൽ ഗീനിയൊക്കെ കിട്ടിയിട്ട്. പിന്നെ പട്ടുകോണ ചുവന്ന നിറത്തിലല്ലായിരുന്നു കേട്ടോ, നിറയെ സ്വർണ്ണത്തിളക്കായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് അരയ്ക്ക് ചുവടേക്ക് ആ പട്ടുകോണത്തിന്റെ ഭാഗത്താണെങ്കിലും ചുവപ്പ് നിറമല്ല കേട്ടോ, ഒരു സ്വർണ്ണ നിറത്തിലുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്.
ആ അരയിലുള്ള കിങ്ങിണിയിൽ നിന്നും ആ സ്വർണ്ണ നിറത്തിലുള്ള നൂലിഴകളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിയാടുന്ന രീതിയിൽ. അപ്പോൾ നല്ല തിളക്കം, കാൽത്തളകൾ നല്ല വീതിയിലാണ് ഭഗവാൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും സുന്ദരനായിട്ട് യശോദാമ്മ ഭഗവാനെ അണിയിച്ച് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് എന്താ പറയുന്നതെന്നറിയോ? നന്നായിട്ട് നാമം ജപിച്ചോളൂ എന്നുള്ളതാണ്. ഓർമ്മപ്പെടുത്തലാണ് പിന്നെയും ശ്രീരാമസ്വാമിയായിട്ട് ഈ രാമായണ മാസത്തിൽ വന്നപ്പോൾ. അപ്പോൾ ആരൊക്കെയോ രാമായണം പാരായണം ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിച്ചു എന്നൊന്നും വരില്ലല്ലോ. പക്ഷെ രാമനാമം ജപിക്കാനായിട്ട് എല്ലാവർക്കും ഏതൊരവസ്ഥയിലും സാധിക്കും. അപ്പോൾ ആരൊക്കെയോ ഇപ്പോഴും നാമം ജപിക്കാത്തവരൊക്കെ ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതും. അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും സാധിക്കും. രാമനാമം ജപിക്കാനായിട്ട്, പാരായണം ചെയ്യാനായിട്ടാണ് ചിലർക്കെങ്കിലും സാധിക്കായിക വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് രാമ 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 എന്ന് ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷമാകും. ഭഗവാനെ സന്തോഷമാകാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിച്ചോളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കണ്ണടച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയായി നിൽക്കുന്ന ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഉണ്ണിയായിട്ട് നിൽക്കുന്ന ശ്രീരാമസ്വാമിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് മുന്നത്തെ ദിവസം ഉണ്ടായിരുന്ന അലങ്കാരം ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാടെ ഉണ്ടായിരുന്നത്. കഴുത്തിൽ സ്വർണ്ണ നിറത്തിൽ മാല ഇട്ടിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ 2 പൊട്ടുകളാണ്, ആ വെളുത്ത നൂലിനുള്ളിലായിട്ട് ചുവന്ന പൊട്ട്. അത് 2 ഒരുപോലെ വെച്ചത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കിരീടത്തിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിരീടവും ചന്ദനവും ഈ വെളുപ്പും ചുവപ്പും ഒക്കെ കൂടിയ നിറങ്ങൾ കൊണ്ടൊക്കെയാണ് കിരീടവും അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ ഗണപതിയുടെ ദേഹത്തിന് പുറത്തായിട്ടും സ്വർണ്ണപ്പൊട്ടുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഗണപതിയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതിനെ കാണാം. ഭഗവതി നല്ല സുന്ദരിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ചുവന്ന നിറത്തിൽ പട്ടുടയാടയുണ്ട്. അതിൻ്റെ അരികിൽ താഴേക്ക് എത്തുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള ബോർഡർ ഉണ്ട്. അതിന് ചുവടെയായിട്ടും മഞ്ഞ പട്ട് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പാവാട അണിഞ്ഞിട്ടുള്ള ഭഗവതിയായിട്ടാണ് തോന്നുക. പിന്നെ കഴുത്തിൽ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് 3 സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു മാലയുടെ രീതിയിലാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കാതിൽ സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഭഗവതിയുടെ മുഖത്ത് ചാർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അതും ഭഗവതിയുടെ പുഞ്ചിരി, ചുണ്ടൊക്കെ നല്ല ഭംഗിയിൽ ചുവപ്പിച്ചിട്ട് ഇന്ദ്രസുതലെന്നറിയോ ഭഗവതി അമ്മ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നത്തെ അലങ്കാരം കണ്ടവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. അത്രയും ഭംഗിയോട് കൂടിയിട്ടാണ് ഭഗവതി അമ്മയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നത്. സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി നെറ്റിയിൽ പൊട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ഭഗവതിയുടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കിരീടമുണ്ട്. അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും ചന്തത്തോടെ ഇരിക്കുന്ന, ചന്തക്കാരിയായിട്ടിരിക്കുന്ന, സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയായിരുന്നു. അപ്പം എല്ലാവരും ഭഗവതിയുടെ ആ രൂപമൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാം. അയ്യപ്പന് ചുവപ്പും പച്ചയും നിറത്തിലുള്ള ഉടയാടയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. കയ്യിൽ ഓടക്കുള്ളിൽ പിടിച്ചിട്ടുണ്ടെന്നല്ലേ. പിന്നെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു കാശുമാലയുണ്ട്, പിന്നെ ഒരു മാലയുണ്ട്. ചുവപ്പും വെള്ളയും നൂല് കൊണ്ട് വേറെ മാലകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കല്ലുകൾ ഉണ്ടല്ലോ, നല്ല വെള്ളക്കല്ല്, നീലയും പച്ചയൊക്കെ കല്ലുകൾക്ക് ചുറ്റുമായിട്ട് വെള്ളക്കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാതിലൊക്കെ പൊട്ട് വെച്ചിട്ട് ചിരിച്ചിരിക്കുന്ന അയ്യപ്പനാണ്. നെറ്റിയിൽ ഒരു യു ഷേപ്പിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ യു ഷേപ്പ് എന്ന് പറയുമ്പോൾ ചുവപ്പും വെള്ളയും കൂടെ കലർത്തിയിട്ടുള്ള യു ആണ് കേട്ടോ. പിന്നെ അത് കൂടാതെ ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. തട്ടുകളായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. ഓരോ തട്ടുകളിലും ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാലകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലത്തെ ഡിസൈനുകളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല അലങ്കാരത്തോട് കൂടിയിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി ഭഗവാൻ പറയുന്ന 7 ഉപദേശങ്ങളെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ജീവിത വിജയത്തിനായിട്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അതും പ്രതിഫലേച്ഛ കൂടാതെ വേണം കർമ്മം ചെയ്യാനായിട്ട്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മനസ്സിരുത്തിക്കൊണ്ട് ചെയ്യാം, നമ്മൾ സമർപ്പണത്തോടു കൂടി ചെയ്യാം. നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യുപകാരം നമുക്ക് ലഭിക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഒരിക്കലും കർമ്മം ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരൻ ഒടുവിൽ എന്നാണ് പറയുന്നത്. അതായത് ഒടുവിൽ അപ്പം തന്നെ കിട്ടിയെന്ന് വരില്ല കർമ്മഫലം. അതായത് നമ്മുടെ പ്രത്യുപകാരം അത് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടായിരിക്കില്ല. എന്ത് കർമ്മമാണെങ്കിലും അതിന് ഫലം ഉണ്ടായിരിക്കും. പക്ഷെ അത് ഉടനടി ലഭിച്ചു എന്നൊന്നും വരില്ല. ഈശ്വരൻ ഒടുവിൽ അത് നൽകിയിരിക്കും. എന്തായാലും പ്രതിഫലം ഉണ്ടായിരിക്കും, പക്ഷെ അത് നൽകുന്നത് ഈശ്വരനാണ്. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഈശ്വരനാണ് കർമ്മഫലം നൽകുക. നമ്മൾ എന്ത് കാര്യം, എന്ത് സഹായം, ഒരാൾക്കൊരു സഹായം ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഉടനടി അത് ചെയ്യാം. പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യരുതെന്നാണ് പറയണത്. അതായത് വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇടത് കൈ അറിയാനായിട്ട് പാടില്ല.
അത്തരത്തിൽ വേണം ഏത് കർമ്മങ്ങളും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ പ്രതിഫലേച്ഛ കൂടാതെ വേണം കർമ്മം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാളെന്നെ സഹായിക്കുക എന്ന് വിചാരിക്കുക, പലരും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഒരാളെന്നെ സഹായിക്കുന്നത് വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കാണാം. അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള കർമ്മഫലം അപ്പം തന്നെയാണ് ലഭിക്കുന്നത്. അത് നമ്മൾ തന്നെ നമുക്ക് നേടിയെടുത്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഭഗവാൻ അതിന് നല്ലത്, അതിനേക്കാളും നല്ല ഫലങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഭഗവാൻ തന്നെ വിചാരിക്കില്ലേ, പിന്നെ ഞാൻ എന്തിനാന്ന് വിചാരിക്കില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഏത് മോശം പ്രവർത്തിക്കുകയാണെങ്കിലും അതിൻ്റെ കർമ്മഫലം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ കർമ്മം എന്ന് പറയുന്നത് റബ്ബർ ബന്ദ് പോലെയാണെന്നാ പറയുക. അത് എത്ര ശക്തിയിൽ എറിയുന്നുണ്ടോ അത്ര ശക്തിയിലാണ് അത് തിരികെ വരിക. ഈ റബ്ബർ ബന്ധിനെ നമുക്ക് സ്വർണ്ണപ്പന്തൊന്നും ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ ഈ കർമ്മങ്ങളെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മൾ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാലേ കർമ്മങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. അത് നല്ലത് ചെയ്യുക. നല്ലത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ലഭിക്കുക, മോശം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മോശം ഫലമാണ് നമുക്ക് ലഭിക്കുക. എന്താണെങ്കിലും ഓരോ കർമ്മത്തിനും ഫലം ഉണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കരുതെന്ന്, അത് ഭഗവാന് വിട്ടുകൊടുക്കുക, ഭഗവാനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ പ്രതിഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ നമുക്ക് ഏറ്റവും ആദ്യം പകർന്നു തരുന്ന ഉപദേശം. അടുത്തത് ഭഗവാൻ പറയുന്നത് ആത്മാവ് അനശ്വരമാണെന്നാണ് പറയുന്നത്. അതിനെ ഒരിക്കലും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ശരീരത്തിനാണ് മാറ്റങ്ങൾ വരുന്നത്, ശരീരമാണ് നശിച്ചു പോകുന്നത്, ജീർണിച്ചു പോകുന്നത്. ആത്മാവിനെ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അതൊരു ശരീരം വിട്ടിട്ട് മറ്റൊരു ശരീരത്തിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഊർജ്ജത്തിനെ പോലെ തന്നെ ഈ എനർജി എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്ക് ഒരിക്കലും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ആത്മാവും. അപ്പോൾ ഒരിക്കലും മരണഭയം, ഇപ്പൊ ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു ശരീരത്തെ കുറിച്ചിട്ട് നമ്മൾ എന്തിനാണ് ആലോചിച്ച് സങ്കടപ്പെടുന്നതെന്നാണ് പറയണത്. കാരണം ആത്മാവാണ് യഥാർത്ഥ സത്യം, അതിനൊരിക്കലും മരണമില്ല എന്ന് നിൽക്കെ മരണത്തെക്കുറിച്ച് ഒരിക്കലും ഒരാളും ഭയപ്പെടാനായിട്ട് പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു വെക്കുന്ന രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, മാറ്റം പ്രകൃതി നിയമമാണെന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു നിയമമുണ്ട്. നമുക്ക് ഒരാൾക്കും അതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. നമ്മൾ മാറ്റാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് തിരിച്ചടികളായിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രപഞ്ചത്തിൽ ഓരോ സെക്കൻഡുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൻ്റെ വേഗത കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കാത്തത്. അതിലെ ഇപ്പോൾ ഇന്ന് മഴ പെയ്യുന്നുണ്ട്, നാളെ മഴ പെയ്യില്ല. ഇതൊന്നും നമുക്ക് പ്രവചിക്കാനായിട്ടും സാധിക്കില്ല. നമ്മൾ വിചാരിച്ചിരുന്ന മഴ പെയ്യണ്ടെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കൂ. അതേപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള ഒരു നിയമവും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഈ പ്രകൃതിയെ നമ്മുടെ ശരീരമായിട്ടാണ് ഉപമിക്കുന്നത്. നമ്മുടെ ശരീരം തന്നെ പ്രകൃതിയുടെ സങ്കല്പമാണ്. അപ്പോൾ അതിന് മാറ്റം അനിവാര്യമാണ്. പ്രകൃതിയെ പോലെ തന്നെ ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടിയുടെ ശരീരമല്ല ഒരു 8 വയസ്സുള്ള കുട്ടിക്ക്, 8 വയസ്സുള്ള കുട്ടിയുടെ ശരീരമല്ല ഒരു 25 വയസ്സുള്ള ആൾക്ക്, 25-ലുള്ളത് പോലെയല്ല ഇപ്പോൾ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ ഓരോ പ്രായം ഇങ്ങനെ കഴിഞ്ഞു പോകും തോറും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ടതാണ്. ഇതൊക്കെ ഭഗവാന്റെ കയ്യിലുള്ളതാ. അത് നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. അത് ഇങ്ങനെ നടക്കണം എന്നുള്ളത് ഭഗവാനാണ് നിശ്ചയിച്ചിരിക്കുന്നതും തീരുമാനിച്ചിരിക്കുന്നതും. അപ്പൊ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല എന്നാണ് ഇതിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് സഹനശക്തിയും ക്ഷമയും ശീലിക്കുക എന്നുള്ളതാണ്. ഈ സഹനശക്തി ഉള്ളിടത്ത് മാത്രമേ ക്ഷമയ്ക്ക് നിൽക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ അടുത്ത് പലരും നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്, ബുദ്ധിമുട്ടിക്കാനായിട്ട്, അതായത് കഷ്ടപ്പെടുത്താനൊക്കെ ആയിട്ട് പലതും ചെയ്തു എന്ന് വരാം. പക്ഷെ അതിനെയെല്ലാം നമ്മൾക്ക് സഹിക്കണം. സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും സഹിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു സന്തോഷം ഉണ്ടായിരിക്കും. നമ്മളതിനത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രതികരിക്കാൻ നിൽക്കണ്ട. അതങ്ങനെ ആയിക്കോട്ടെ, അവർക്ക് വിവരമില്ലാതെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെ സഹിക്കാനുള്ള അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ക്ഷമ വളർത്തണം എന്നാണ് പറയണത്. അപ്പോൾ എന്താണ്, നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കൊന്നും ചെയ്യില്ല. അതിനാണ് ഭഗവാൻ നമുക്ക് 2 കാതുകൾ തന്നിരിക്കുന്നത്. ഒരു കാതിലൂടെ കേട്ടിട്ട് മറ്റേ കാതിൽ കൂടെ കളയാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കത് ചിന്തിക്കാനായിട്ട് പറ്റണം. നമുക്ക് ആവശ്യമുള്ളതാണോ, നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ടതാണോ എന്നുള്ളത് എടുക്കേണ്ടത് മാത്രം എടുക്കുക, അല്ലാത്തത് അത് ഒരു സംശയവും കൂടാതെ പുറത്തേക്ക് തള്ളണം. അപ്പോൾ അതിന് എന്ത് വേണം? സഹനശക്തി വേണം, ക്ഷമ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അടുത്തത് വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ ഒന്നും ആകുലപ്പെടാതെ നമ്മൾ ഇപ്പോഴിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണോ അത് നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം ഈ ഭൂതകാലമാണെങ്കിലും ഭാവിയാണെങ്കിലും ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഭൂതകാലം എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചിട്ട്? കാരണം അത് ആരെ പിടിച്ചു വലിച്ചാലും ഇങ്ങോട്ടേക്ക് വരില്ല.
ഭാവിയാണെങ്കിലോ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ വർത്തമാനകാലത്തിനോട് സംസാരിച്ച് അതെങ്ങനെയാണോ നമുക്ക് ഭംഗിയാക്കാനായിട്ട് സാധിക്കുക അത് കണ്ടിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂതവും ഭാവിയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുള്ളൂ. വർത്തമാനകാലം ഇണ്ടാതെ ഓടിപ്പോവുക ചെയ്യുക. അപ്പോൾ അതിന് ഓടിപ്പോകാനായിട്ട് നമ്മൾ സമ്മതിക്കേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർത്തമാനകാലത്തിൽ ജീവിക്കുക, നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ എന്ത് വേണം? ഭൂതകാലത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് ഉണ്ടാകുക. അതേപോലെ തന്നെ ഭാവി കാലത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠയാണ് ഉണ്ടാകുക. ഇത് രണ്ടും നമ്മളെ തളർത്തുകയാണ് ചെയ്യുക. അപ്പോൾ വർത്തമാനകാലത്തിലുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ രണ്ടിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ ഭൂതകാലത്തിൽ നമ്മൾ ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി കാലത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്നായി ജീവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വർത്തമാനകാലത്തിൽ ജീവിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്ന അടുത്ത ഉപദേശം. അടുത്തത് കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അഹങ്കാരം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ കോപം എപ്പോഴും വരിക മോഹങ്ങളിൽ നിന്നാണ്, നമുക്ക് ആഗ്രഹങ്ങളിൽ നിന്നാണ് കോപം വരിക. കാരണം നമ്മൾക്കത് നടക്കാതെ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഭംഗിയായിട്ട് നടക്കാതെ വരുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഇത് നമ്മൾ പ്രകടിപ്പിക്കും. അപ്പോൾ അതെല്ലാത്തിനും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ കോപത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. ഒരാളുടെ അടുത്തും കോപിക്കാനായിട്ട് പാടില്ല. ഈ കോപത്തെ നിയന്ത്രിച്ചാൽ തന്നെ ഈ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നാണ് പറയുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വികാരമാണ് ഈ കോപം എന്ന് പറയുന്നത്. അഹങ്കാരം എവിടെ നിന്നാണ് വരുന്നത്? അതായത് ഇപ്പോൾ തൊഴാൻ പോകുക എന്നൊക്കെ വിചാരിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വരികയാണ്. നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഭഗവാന്റെ അടുത്ത് വരണേ. ഭഗവാനെ നന്നായി തൊഴാൻ പറ്റണേ, കുറച്ചധികം നേരം അവരവിടെ നിർത്തണേ, തിരക്കൊന്നും ഉണ്ടാവരുതേ എന്നൊക്കെ വിചാരിച്ചു വന്നു. പക്ഷേ നേരെ വിപരീതമാണ് സംഭവിച്ചതെന്ന് വിചാരിക്കാം. നല്ല തിരക്ക്, ആകെ തിക്കും തള്ളും, വിചാരിച്ച പോലെ ഒന്നും തൊഴാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ച് നമുക്ക് ദേഷ്യം വരും. വരുന്നവരുണ്ടായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ദേഷ്യം വന്നത്. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ദേഷ്യപ്പെടാതിരിക്കുക. ഇത് ഭഗവാന്റെ തീരുമാനങ്ങളല്ലേ, നമുക്ക് ഭഗവാൻ ഇത്രേ കാണാൻ പറ്റുള്ളൂ, പിന്നെ ഭഗവാൻ കാണുന്നുണ്ടല്ലോ നമ്മളെ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യം അവിടെ ഇല്ലാതായിരിക്കും. അപ്പോൾ ദേഷ്യത്തിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണം, കോപത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. ഒപ്പം തന്നെ അഹങ്കാരം, ഞാൻ എന്നും തൊഴാൻ വരണതില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇവിടുന്ന് പിടിച്ചു മാറ്റിയത്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് അഹങ്കാരം കൊണ്ടാണ് വരിക. യശോദാമ പോലും അറിയാതെ അഹങ്കാരം വന്നു. കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ച് കെട്ടിയിടും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ഭഗവാൻ പിടി കൊടുക്കാതിരുന്നത്. കെട്ടിയിടാൻ പറ്റിയോ, ഉരലി പിടിച്ച് കെട്ടാൻ പറ്റിയോ യശോദാമയ്ക്ക്? പക്ഷെ അത് പോയ ആ ഒരു സമയത്താണ് അത് സാധിച്ചത്. അപ്പോഴേ ഭഗവാൻ പിടി തരുള്ളൂ. അപ്പൊ എന്ത് വേണം? അഹങ്കാരം ഉണ്ടാകരുത്, കോപം ഉണ്ടാകരുത്. ഇത് രണ്ടുണ്ടെങ്കിലും ഭഗവാൻ നമുക്ക് പിടി തരില്ല. അപ്പൊ ഇതില്ലാതെ വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ടാണെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്ന അടുത്ത ഉപദേശം. അടുത്തതായിട്ട് പറയുന്നത്, ഏറ്റവും അവസാനമായിട്ട് പറയുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളില്ലേ, ആ ആളില്ലേ നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന് വേണ്ടി ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് ഏത് പ്രവൃത്തിയും ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാനിലേക്ക് എത്തും. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യാം. അപ്പോൾ എല്ലാം ഭഗവാനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടായിരിക്കില്ല, ഒരിക്കലും കോപം വരില്ല. ഞാൻ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യണത്, ഭഗവാനാണ് എനിക്കിത് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തന്നത്, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കയ്യിലല്ല ഒന്നും നിൽക്കുന്നത്, എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും. നമുക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങളാണെങ്കിലും അത് ഭഗവാന്റെ തീരുമാനങ്ങൾ കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാകില്ല. പിന്നെ എപ്പോഴും അനുസരണ ഉള്ളവരായിരിക്കുക. ചെറിയ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അനുസരണയൊക്കെ ശീലിപ്പിക്കുക. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുക എന്നല്ല കേട്ടോ പറയണത്. നല്ല നല്ല കാര്യങ്ങളിലൂടെ അനുസരണാശീലം കുട്ടികൾക്ക് വളർത്തുക. അത് വളർത്തിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ ഈ എല്ലാ മൂല്യങ്ങളും പതിയെ പതിയെ അവർക്ക് വന്നുകൊള്ളും. ഇപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവരും ദേഷ്യത്തോടെ സംസാരിക്കുന്നവരാണ്, പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടിക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുക. പക്ഷെ ഒരു വീട്ടിലുള്ള എല്ലാവരും ശാന്ത സ്വഭാവക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും, ഒരു പകുതി പേരെങ്കിലും ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിൽ ആ ഒരു സ്വഭാവം അവിടെ വളർന്നു വരുന്ന കുട്ടിക്ക് കിട്ടും. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇതൊക്കെ ശീലിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ, ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് പതിയെ പതിയെ സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ ഇത്. പതിയെ പതിയെ നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വന്തമാക്കുകയാണെങ്കിൽ, ഭഗവാൻ പറയുന്നത് അനുസരണയോടെ കേട്ട് നമ്മൾ സ്വന്തമാക്കുകയാണെങ്കിൽ യഥാർത്ഥ ജീവിത വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയണത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവിത വിജയം ആയിരിക്കില്ല. ഭഗവാൻ കൂടെയുള്ള ആധ്യാത്മികപരമായിട്ടുള്ള ഈശ്വരൻ കൂടെ നിന്നിട്ടുള്ള ഒരു ജീവിത വിജയം ഉണ്ടായിരിക്കും. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് യഥാർത്ഥ ജീവിത വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. ഇത് ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതം ജീവിക്കാമായിരുന്നു എന്ന് തോന്നുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ സമയമൊന്നും വൈകിപ്പോയിട്ടില്ല കേട്ടോ. ഭഗവാന്റെ നിശ്ചയമാണ് നമ്മളിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.